ചോദ്യം വായിക്കുക. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 168 ആയാൽ ഇവയുടെ തുക എത്ര? അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടത് ഈ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ ഇവയുടെ ഗുണനഫലം തന്നാൽ ഗുണനഫലമാണ് തരുന്നത്. അങ്ങനെ തന്നാൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ആ 168 എന്നുള്ളത് ഇങ്ങോട്ട് എഴുതിയിരിക്കുക. 168. എന്നിട്ട് ആ 168നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണ വർഗ്ഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറയുക. 166 തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ട്? 144 ഉണ്ട്, പിന്നെ 169 ഉണ്ട്, പിന്നെ 196 ഉണ്ട്. ഇതിൽ 169 എടുക്കത്തില്ല. കാര്യം എന്താ? അത് ഇരട്ട സംഖ്യയുടെ വർഗ്ഗമല്ല. അപ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ ആരൊക്കെയാണ്? 144 എന്ന് പറയുന്ന ആൾ, 196 എന്ന് പറയുന്ന ആൾ. കാരണം ഇരട്ട സംഖ്യകളുടെ ഗുണനഫലമാകുമ്പോൾ ഇരട്ട സംഖ്യകളുടെ പൂർണ്ണവർഗ്ഗങ്ങളെ എടുക്കാവൂ, ഒറ്റ സംഖ്യകളാകുമ്പോൾ ഒറ്റ സംഖ്യ എടുക്കാവൂ. അപ്പോൾ 144ൻ്റെ ആരൊക്കെയാണ്? 12 വർഗ്ഗമൂലം, ഇത് 14. അപ്പോൾ ആ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകൾ ആരൊക്കെയാണ്? 12ഉം 14ഉമാണ് സംഖ്യകൾ. അവയുടെ തുക എത്ര? 12 + 14 എത്ര കിട്ടി? 26 നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.